നമസ്കാരം. ഇന്ന് ഒരുപാട് പേർ ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, സിസേറിയനാണ്, ഏത് സമയത്ത് കുഞ്ഞിനെ പുറത്തെടുക്കാം? നല്ല സമയം, നല്ല ദിവസം, നല്ല നക്ഷത്രമൊക്കെ നോക്കി പുറത്തെടുക്കണം. ജ്യോതിഷികളുടെ അടുത്ത് ഇങ്ങനെ ചോദ്യം വന്ന് കുമികയാണ്. ഡോക്ടേഴ്സ് അടക്കം ചോദിക്കുന്നുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, കുഞ്ഞിനെ പുറത്തെടുക്കുവാനുള്ള സമയം, സിസേറിയൻ സമയം നിശ്ചയിക്കേണ്ടത് ജ്യോതിഷി അല്ല. അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല അത് നോക്കേണ്ടത്. ഒരു തരത്തിലും ഞങ്ങൾക്ക് ഇടപെടുവാനുള്ള അവകാശമില്ല. അത് വൈദ്യശാസ്ത്രത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ്, ഒരു ക്രിയയാണ്, ഒരു കർമ്മമാണ്. അപ്പോൾ വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ ഇന്ന് ഡോക്ടേഴ്സാണത് തീരുമാനിക്കുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഗർഭിണിയുടെ ആരോഗ്യനിലയുടെ അടിസ്ഥാനത്തിൽ, കുഞ്ഞിൻ്റെ ആരോഗ്യനിലയുടെ അടിസ്ഥാനത്തിൽ. മറ്റു പല കാര്യങ്ങൾ ചിലപ്പോൾ നോക്കിയേക്കാം. അവൈലബിലിറ്റി ഓഫ് ലേബർ റൂം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് ഡോക്ടർ തീരുമാനിക്കുകയാണ്, ഇന്ന സമയത്ത് നമുക്ക് സൂട്ടബിൾ ആവും, നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കാം, ഇല്ലെങ്കിൽ സിസേറിയൻ ഓപ്പറേഷൻ ചെയ്യാം എന്നുള്ളത് വൈദ്യനാണ് തീരുമാനിക്കുന്നത്, ഡോക്ടറാണ് തീരുമാനിക്കുന്നത്. അല്ലാതെ ജ്യോതിഷി എഴുതി കൊടുത്തു അശ്വതി നക്ഷത്രത്തിൽ മേടലഗ്നത്തിൽ ഇന്ന സമയത്ത് എടുത്തോളൂ എന്ന് എഴുതി കൊടുക്കരുത്. അതിൽ വേറൊരു ട്രാപ്പുണ്ട്. അങ്ങനെ കൊടുത്തു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് നാം എഴുതി കൊടുക്കുകയാണ്, ഇന്ന നക്ഷത്രത്തിൽ ഇത് തന്നെ എടുക്കാം, അശ്വതി നക്ഷത്രത്തിൽ മേടലഗ്നത്തിൽ കുഞ്ഞിനെ പുറത്തെടുത്തോളൂ, നല്ല യോഗമുണ്ട്, നല്ല ഗ്രഹനിലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നാം സിസേറിയൻ ചെയ്യുന്നു എന്നിരിക്കട്ടെ. ആ കുട്ടി ജനിക്കുന്നു. ഏതൊരു വ്യക്തിയും, ഏതൊരു ജീവനും ഈ ഭൂമിയിൽ സുഖദുഃഖ അനുഭവകൃത്ത് അന്തരാത്മാ കല്യഹ, അത് തന്നെയാണ് പ്രമാണം. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ, സുഖം വരുമ്പോൾ കുഴപ്പമില്ല, ദുഃഖം വരുമ്പോൾ മനുഷ്യൻ പെടാപ്പാട് പെടുകയാണ്. ഒരു പക്ഷേ ഈ കുട്ടി 10ാം ക്ലാസ് തോറ്റുപോയാൽ നേരെ ജ്യോത്സ്യനെ പഴിക്കാൻ തുടങ്ങും. ഏത് നേരത്താണാവോ ആ ജ്യോത്സ്യനെ കാണാൻ തോന്നിയത്. ഇനിയിപ്പോൾ ഒരു ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഏതെങ്കിലും ജ്യോതിഷി എഴുതി കൊടുക്കാൻ ചിന്തിച്ചാൽ ഈ ഒരു കാര്യം കൂടി ഒന്ന് ചിന്തിക്കണം. കാരണം ആ ഒരു ദക്ഷിണയ്ക്ക് എന്തായാലും എഴുതി കൊടുത്തേക്കാമെന്ന് ചിലപ്പം തോന്നിയേക്കാമല്ലോ. അപ്പോൾ 24 മണിക്കൂറും ദൈവജ്ഞനെ അവർ പഴിക്കും. കാരണം ജീവിതത്തിൽ തോൽവിയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു ഏരിയ അഫക്റ്റഡ് ആയിരിക്കും. ഒരു വിവാഹം നിശ്ചയിക്കുന്നു, വിവാഹം മുടങ്ങുന്നു. വീണ്ടും ജ്യോതിഷി ആലോചിക്കുകയാണ്, ഏത് നേരത്താണാവോ അയാളെ കാണാൻ തോന്നിയത്, വേറൊരു സമയത്ത് എടുക്കാമായിരുന്നല്ലോ എന്ന് അപ്പോഴും ചിന്തിക്കുന്നു. രോഗം പിടിപെട്ടപ്പോൾ ഈ സമയത്ത് എടുത്തത് കൊണ്ടാണോ ഇനിയിപ്പോൾ ആ ശനി ആവാം ഇതിന് കാരണം എന്നുള്ള ചിന്തയായി. ഇല്ലെങ്കിൽ ഞരമ്പ് രോഗം വന്നു, ഇല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ വന്നു. അപ്പോൾ ചിന്തിക്കുകയാണ്, മേടലഗ്നമായി ഇനിയിപ്പോൾ 6ാം ഭാവപതി ബുധനാണല്ലോ, അതുകൊണ്ടാണ് ഈ രോഗം വന്നത്, ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടേനെ എന്നിങ്ങനെ പലതരം ചിന്തകളിലൂടെ നാം കൊല്ലപ്പെടുകയാണ്. ജ്യോതിഷിയെ 24 മണിക്കൂറും വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്ന് ഏവരും മനസ്സിലാക്കുക. ആയതിനാൽ സേഫസ്റ്റ്, ഇല്ലെങ്കിൽ ശാസ്ത്രോക്തമായിട്ട് പറയട്ടെ, ഈ ഒരു സിസേറിയൻ ഓപ്പറേഷൻ എന്നുള്ളത് വൈദ്യശാസ്ത്രത്തിൻ്റെ താഴെ വരുന്ന ഒരു ടോപ്പിക്കാണ്, ഒരു കർമ്മമാണ്, ഒരു ക്രിയയാണ്. അത് തീരുമാനിക്കുവാനുള്ള അവകാശം ഡോക്ടർക്ക് മാത്രമാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരു പോയിൻ്റ് കൂടിയുണ്ട്. ഇനിയിപ്പം നമ്മളിനി എഴുതി കൊടുത്താലും, ഒരാഴ്ച കഴിഞ്ഞ് ഇന്ന സമയത്ത് എടുത്തോളൂ എന്ന് എഴുതി കൊടുത്താലും അതിനു മുമ്പേ ഒരു പെയിൻ വരികയാണ്, എന്തെങ്കിലും അത്യാവശ്യ സമയം വരികയാണ്, അതുവരെ വെയിറ്റ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഡോക്ടർ പറയും, ഇപ്പോൾ നമുക്ക് എടുത്തേ പറ്റൂ, വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ആയതിനാൽ ദയവ് ചെയ്ത് ഏവരും മനസ്സിലാക്കുക, ഈ ചോദ്യം കൊണ്ട് ജ്യോതിഷിയെ സമീപിക്കരുത്. ഡോക്ടേഴ്സും മനസ്സിലാക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. റിക്വസ്റ്റാണ്, ഇത് ഏവരിലേക്കും എത്തിക്കുക. നമസ്കാരം.